ശബരിമല കേസിൽ സർക്കാരിന് പ്രതികൂട്ടിലാക്കാനുള്ള കോൺഗ്രസിന്റെ AI നാടകവും പൊളിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ AI ചിത്രം നിർമ്മിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ പ്രചരിപ്പിച്ചത്. വ്യാജ പ്രചരണത്തിനെതിരെ CPM നേതാക്കൾ രംഗത്ത്. കോൺഗ്രസിന്റേത് തരം താഴ്ന്ന നടപടിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കേസിൽ മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾ കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കി. മറുപടി പറയാനാകാതെ കോൺഗ്രസ് കുഴങ്ങി. ഈ പോറ്റിയുമായുള്ള ചിത്രത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന് അല്ല, ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനാവശ്യമായ സമ്മർദ്ദം SITയുടെ മീതെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയാണെന്ന് ഞങ്ങൾ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു? കോൺഗ്രസ് പ്രതിരോധത്തിലായതോടെ വിവാദത്തിൽ നിന്ന് മറികടക്കാനായിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ AI ചിത്രം തയ്യാറാക്കിയുള്ള വ്യാജ പ്രചരണം. കേരള പോലീസിന് ഭീമ ഗോൾഡ് ആംബുലൻസ് കൈമാറുന്ന പൊതുചടങ്ങിലെ ചിത്രത്തെ AI ഉപയോഗിച്ച് മാറ്റിയായിരുന്നു വ്യാജ പ്രചരണം നടത്തിയത്. മുഖ്യമന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വകാര്യ സന്ദർശനം നടത്തിയെന്ന് വരുത്തുകയായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം. പക്ഷേ യഥാർത്ഥ ചിത്രം പുറത്തു വന്നതോടെ കോൺഗ്രസിന്റെ വ്യാജ പ്രചരണം പൊളിഞ്ഞു. വ്യാജ പ്രചരണത്തിനെതിരെ CPIM നേതാക്കൾ രംഗത്തെത്തി. അടൂർ പ്രകാശം കാണിച്ചത് ആ ഫോട്ടോ ആണ്, സുബ്രഹ്മണ്യം പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ്. അത് തെറ്റായ രീതിയിലുള്ള ഒരു ഫോട്ടോ നിർമ്മിച്ചതാണ്, ഒരു നിർമ്മിത ഫോട്ടോ ആണത്. അല്ലെ, വേറെ ഒന്നും പ്രതിരോധിക്കാനില്ല. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് രക്ഷപ്പെടാനാണ്. അത് പറഞ്ഞാലും രക്ഷപ്പെടാൻ പോകുന്നില്ലല്ലോ. ഇവരെന്തിനു പോയി എന്നുള്ളതിന് പകരം കൂടി പിണറായി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അപ്പോൾ എന്തിനാണ് പോയത്, എന്താണ് വന്നത്, സംസാരിച്ചത്, എന്തായിരുന്നു ഉന്നം എന്നുള്ള കാര്യം പറയാനേ വേണം. കോൺഗ്രസിന്റേത് തരം താഴ്ന്ന നടപടിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫോട്ടോയാണ് അത്. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തന്നെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയെന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് വളരെ വളരെ തരംതാണ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളടക്കം വ്യാജ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.